നമസ്കാരം. കോൺഗ്രസ് നേതാവും മുൻ കേരള മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്ന കെ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ BJPയിലേക്ക് ചേക്കേറി കഴിഞ്ഞിരിക്കുന്നു. BJP നേതൃത്വമായിട്ടൊരു വിലപേശൽ തന്ത്രമൊക്കെ ഒരു ചർച്ചകളൊക്കെ നടത്തുകയുണ്ടായി എന്നാണ് അറിയാൻ കഴിയുന്നത്. ഡൽഹിയിലെത്തിയാണ് അത്തരത്തിലുള്ള ചർച്ചകൾ അവർ നടത്തുകയും ചെയ്തത്. പാർട്ടിയിൽ ചേർന്നാൽ രാജ്യസഭാ സീറ്റ് വേണമെന്ന പത്മയുടെ ആവശ്യത്തോട് പക്ഷേ BJP അനുകൂലമായൊരു തീരുമാനം എടുത്തിട്ടില്ലായിരുന്നു. കേന്ദ്ര നേതൃത്വം അനുകൂലമായിട്ട് പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് ചാലക്കുടിയിൽ മത്സരിച്ചിരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ എക്കാലത്തെയും പ്രമുഖ നേതാവിൻ്റെ മകൾ എന്നുള്ള നിലയിൽ പ്രചാരണത്തിന് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു മുഖമാണ് പത്മജ വേണുഗോപാൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രാജ്യസഭാ സീറ്റിന് അവർ അർഹയല്ലെന്ന വിലയിരുത്തലാണ് ഇപ്പോൾ പക്ഷേ BJP കേന്ദ്ര നേതൃത്വം എത്തിച്ചേർന്നിട്ടുള്ളത്. പത്മജ ഇന്ന് BJPയിൽ ചേരുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേരള നേതാക്കൾ അടക്കം പറയുന്നുണ്ടായിരുന്നു. അത് കെ സുരേന്ദ്രൻ അടക്കം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കേന്ദ്ര ഓഫീസിൽ നിന്ന് ഇത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം കഴിഞ്ഞ ദിവസങ്ങളൊന്നും ലഭിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞത് പത്മജ വേണുഗോപാൽ BJPയിൽ ചേർന്നിരിക്കുന്നു. അവർ പാർട്ടിയിൽ ചേരുന്ന തീയതിയോ സമയമോ ഒന്നും നേരത്തെ നിശ്ചയിച്ചിട്ടില്ലാത്ത പ്രകാരമായിരുന്നു. പക്ഷേ അതിനുള്ള കാരണങ്ങളുണ്ടായിരുന്നു, അതിനുള്ള അഭ്യൂഹങ്ങൾ നിരന്നുകൊണ്ടിരുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ BJPയിലേക്ക് ചേക്കേറാൻ പോവുകയാണ് പത്മജ വേണുഗോപാൽ എന്നുള്ള കാര്യം, ആ വാർത്തകൾ വളരെ ശക്തമായിരുന്നു. BJPയിൽ ചേരുമെന്നുള്ള പ്രചാരണമൊക്കെ ആദ്യമൊക്കെ തള്ളിക്കളയും. അത് ഫേസ്ബുക്ക് കുറിപ്പിൽ ആ കുറിപ്പ് പത്മജ പിൻവലിക്കുകയൊക്കെ ചെയ്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഞാൻ BJPയിലേക്ക് പോകില്ല എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അത് രാത്രിയായപ്പോൾ ആ പോസ്റ്റ് പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ കോൺഗ്രസ് വിട്ട് BJPയിൽ ചേരുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ വിലപേശലുകൾ നടന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അനുമാനിക്കാൻ കഴിയും. അത്തരത്തിലുള്ള ചില സൂചനകൾ കൂടിയാണ് ഡൽഹിയിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. BJP കേന്ദ്ര നേതൃത്വം നൽകുന്ന സൂചനകളും അത്തരത്തിൽ തന്നെയാണ്. മുൻ മുഖ്യമന്ത്രിയായ കെ കരുണാകരൻ്റെ മകളാണ് പത്മജ വേണുഗോപാൽ എന്നുള്ള കാര്യത്തിൽ ഒരു പ്രത്യേകത കൂടി BJPക്കുണ്ട്. കോൺഗ്രസ് വിട്ട് BJPയിൽ ചേരുമെന്നുള്ള അഭ്യൂഹം ശക്തമായ സമയത്ത് തന്നെ കോൺഗ്രസ് നേതാക്കൾ അടക്കം ഇതിനോട് വളരെ വൈകാരികമായി പ്രതികരിക്കേണ്ട ഒരു സാഹചര്യമാണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ പത്മജ വേണുഗോപാൽ ഇപ്പോൾ അംഗത്വം എടുത്തിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് BJPയിൽ. എന്നാൽ ഇതിനകം ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ലഭിച്ചിട്ടില്ല എന്ന് പറയപ്പെടുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ കൂടിയും BJPയിൽ അംഗമാവുകയാണ്. മാത്രമല്ല പത്മജയെ മത്സരിപ്പിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് നമുക്കറിയാൻ കഴിയുന്നത് ചാലക്കുടിയിൽ മത്സരിപ്പിക്കുവാനുള്ള സാധ്യതയുണ്ട്. ചാലക്കുടിയിൽ ഉള്ള സീറ്റ് BDJSൽ നിന്ന് തിരികെ വാങ്ങിച്ച് എറണാകുളം സീറ്റ് നൽകുവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ BDJSന് എറണാകുളം നൽകും. ഒപ്പം തന്നെ പത്മജയെ ചാലക്കുടിയിൽ മത്സരിപ്പിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ വലിയ ഒരു മാറ്റം, പത്മജ പോലുള്ള ഒരു കോൺഗ്രസിൻ്റെ നേതാവ് BJPയിലേക്ക് ചേക്കേറുക എന്ന് പറയപ്പെടുന്നത് കോൺഗ്രസിന് വലിയ തിരിച്ചടി തന്നെയാണ് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. പകരം ആദ്യമൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടുകൊണ്ടിരുന്ന പേര് എന്ന് പറയപ്പെടുന്നാൽ കണ്ണൂരിൽ നിന്ന് കെ സുധാകരനായിരിക്കും ആദ്യം കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് എത്തുക എന്നുള്ളതാണ്. പക്ഷേ അത് സംഭവിച്ചിട്ടില്ല. പകരം ഇപ്പോൾ പത്മജ പോയിരിക്കുന്നു. പത്മജയ്ക്ക് ലോക്സഭാ സീറ്റ് മത്സരിക്കുവാനുള്ള സീറ്റ് നൽകുന്നു. ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ 12 സ്ഥാനാർത്ഥികളെ മാത്രമാണ് ആദ്യം ഇവിടെ BJP പ്രഖ്യാപിച്ചിരുന്നത്. അത് തന്നെ ഒരു ചോദ്യചിഹ്നമായി ഉണ്ടായിരുന്നു. അതിനകത്ത് സുജയ പാർവതി അടക്കമുള്ളവരുടെ പേരുകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സുജയ പാർവതിയുടെ പേരടക്കം മാറ്റിവെച്ചിട്ടായിരിക്കും പത്മജ വേണുഗോപാലിനെ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. അങ്ങനെ പത്മജ വേണുഗോപാൽ BJPയുടെ മുഖമായി മാറുന്നു. കോൺഗ്രസിൻ്റെ വലിയ മുഖമായിരുന്നു. കോൺഗ്രസിൻ്റെ ചിലപ്പോൾ എക്കാലത്തെ നേതാവ് അല്ലെങ്കിൽ ഇന്ത്യ അറിയപ്പെടുന്ന നേതാവ് കെ കരുണാകരൻ്റെ മകളായിട്ടുള്ള പത്മജ വേണുഗോപാൽ ഇങ്ങനെ കോൺഗ്രസിൽ നിന്ന് ലഭിക്കുന്ന ഒരു തരത്തിലുമുള്ള സ്വീകാര്യതയില്ലായ്മ അല്ലെങ്കിൽ അവഗണന, അത് കാരണമാണ് കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് ചേക്കേറുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്കറിയാമല്ലോ, ആർക്കും എവിടെയും എപ്പോഴും മത്സരിക്കുക എന്നുള്ളത് മാത്രമല്ല, ആർക്കും അവരുടെ സ്ഥാനം നിലനിർത്തുക എന്നുള്ളതാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ അല്ലെങ്കിൽ BJPയോ എന്നുള്ളതല്ല, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി, ആ രാഷ്ട്രീയ പാർട്ടി നിലനിൽപ്പുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമായിരിക്കണം. അവർക്ക് ലഭിക്കുന്ന സ്ഥാനമാനങ്ങൾ വലുതായിരിക്കണം. ആ സ്ഥാനമാനങ്ങൾ ലഭിക്കുകയും അതിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയും വേണം. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനകത്ത് നിന്നാൽ ഇനി പത്മജ വേണുഗോപാൽ എന്ന് പറയപ്പെടുന്ന വനിതാ നേതാവിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് ചേക്കേറുന്നു. അവിടെ മത്സരിച്ച് വിജയിക്കുകയോ വിജയിക്കാതിരിക്കുകയോ ചെയ്താലും BJP എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനവുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുകയും സാഹചര്യങ്ങൾ ഒത്തുവരികയാണെങ്കിൽ ചിലപ്പോൾ പലതരത്തിലുള്ള നേട്ടങ്ങൾ BJPയിൽ നിന്ന് നേടിയെടുക്കുവാനും ഇന്നത്തെ സാഹചര്യത്തിൽ പത്മജ വേണുഗോപാലിന് കഴിയും. പക്ഷേ മുന്നോട്ട് പോകും തോറും അത്തരത്തിലുള്ള സാധ്യതകളുണ്ടോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. വരും കാലങ്ങളിൽ, വരും ദിവസങ്ങളിലൊക്കെ ചിലപ്പോൾ കോൺഗ്രസിൽ നിന്ന് വലിയ ഒരു മാറ്റം കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരും ഈ പറയുന്നത് പോലെ BJPയിലേക്ക് ചേക്കേറുവാനുള്ള സാധ്യതകളുണ്ട്. അത് തിരുവനന്തപുരത്ത് തന്നെ പല നേതാക്കന്മാരുണ്ട്. ആറ്റിങ്ങലിലൊക്കെ മുൻപ് മത്സരിച്ച കോൺഗ്രസിൻ്റെ നേതാക്കളടക്കം ഈ BJP എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിലേക്ക് പോകാൻ ഒരുങ്ങുന്നു എന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. മാത്രമല്ല പല നേതാക്കന്മാരും തിരുവനന്തപുരത്തിൻ്റെ പല മണ്ഡലങ്ങളിലുമുള്ള പല നിയോജക മണ്ഡലങ്ങളിൽ നിന്നുള്ള മുൻ MLA മാരായിട്ടുള്ളവരടക്കം BJPയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അത് വരും ദിവസങ്ങളിലുണ്ടാകും.
ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ കാഹളമൊന്നും മുഴങ്ങുമ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് ഏറ്റവും ആദ്യമായി കോൺഗ്രസിൽ നിന്ന് പത്മജ വേണുഗോപാൽ BJPയിലേക്ക് എത്തുന്നു. അതിനുശേഷം ഇനി വരും ദിവസങ്ങളിൽ പല നേതാക്കന്മാരും, ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഇപ്പോൾ പേര് വെളിപ്പെടുത്തുന്ന ഇല്ല എന്നുള്ളതേ ഉള്ളൂ, പക്ഷേ വരും മണിക്കൂറുകളിൽ ആ പേരുകൾ വെളിപ്പെടുത്തിയിട്ടുള്ള വാർത്തകൾ വരിക തന്നെ ചെയ്യും. കോൺഗ്രസിൽ നിന്നും ഇത്തരത്തിൽ BJPയിലേക്കുള്ള ഒഴുക്ക് തുടരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അധികാരം, ഭരണം ഇതൊക്കെ എവിടെയാണോ ലഭിക്കുക അങ്ങോട്ട് മാത്രമായിരിക്കും എപ്പോഴും ആൾക്കാർ എത്തിച്ചേരുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മോദിയുടെ തരംഗം എന്ന് പറയപ്പെടുന്നത് വടക്കേ ഇന്ത്യയിൽ മാത്രമല്ല, അത് തെക്കേ ഇന്ത്യയിലേക്ക് ആഞ്ഞടിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ തന്നെയാണ് കോൺഗ്രസിൽ നിന്ന് ഇങ്ങനെ ഒരു വഴിമാറി സഞ്ചരിക്കൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുന്നു, ചാലക്കുടിയിൽ പത്മജ വേണുഗോപാൽ മത്സരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ BJP മുന്നോട്ട് വയ്ക്കുകയാണ്. അങ്ങനെ വലിയ ഒരു നേതൃനിരയിൽ നിന്നുകൊണ്ട് BJP വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുവാനും ഒപ്പം തന്നെ പല സീറ്റുകളും കൈയടക്കി പിടിക്കുവാനുമുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് മോദി തരംഗം സൃഷ്ടിച്ചെടുക്കുവാനുള്ള ഒരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണ്. കോൺഗ്രസ് മുക്ത ഭാരതം ആകുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ തന്നെയാണ് ഇതിലൂടെ ലഭിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം.